ശബരിമലയിലെ സ്വർണ്ണമോഷണ കേസിൽ പരിശോധന തുടങ്ങി. പരിശോധന ജസ്റ്റിസ് കെ.ടി. ശങ്കരന്റെ നേതൃത്വത്തിൽ. വിവരങ്ങളുമായി പ്രസാദ് എം.ജെ ചേരുന്നുണ്ട്. പ്രസാദ്, സ്വർണ്ണമോഷണ കേസിൽ ജസ്റ്റിസ് കെ.ടി. ശങ്കരന്റെ നേതൃത്വത്തിൽ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ? കാത്തു, ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയാണ് ഈ അന്വേഷണം ആരംഭിച്ചത്. കെ.ടി. ശങ്കറിന്റെ നേതൃത്വത്തിൽ ശബരിമലയിൽ ഇന്നലെ രാവിലെ 9 മണിയോട് കൂടിയാണ് അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് 11 മണിയോട് കൂടി ഹലോ 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 പ്രസാദ്, തുടരാം. കാത്തു, ഇന്നലെ രാവിലെ 9 മണിയോട് കൂടിയാണ് കെ.ടി. ശങ്കറിന്റെ റിട്ടയർഡ് ജസ്റ്റിസ് കെ.ടി. ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സന്നിധാനത്തെത്തിയത്. തുടർന്ന് അവിടെ നിന്നും ലഭ്യമായ മകസർ നോക്കി, കണക്കുകൾ നോക്കി, ചെമ്പ്, സ്വർണം, വെള്ളി എന്നിവയുടെ കണക്കുകൾ നോക്കി അത് ഇന്നലെ കൊണ്ട് തന്നെ പൂർത്തിയായി. ഇന്നാണ് ഏറ്റവും നിർണായകമായ അന്വേഷണം, സ്വർണ്ണപ്പാളികളുടെ അന്വേഷണം ഇവര് നടത്തുന്നത്. അതിനുവേണ്ടി ഇന്നലെ ക്രൈംബ്രാഞ്ചിനോട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് സന്നിധാനത്ത് എത്താൻ വേണ്ടി ഈ അന്വേഷണ സംഘം ദേവസ്വം ബോർഡിനെ കത്ത് നൽകിയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു പ്രതിനിധി, അതായത് അദ്ദേഹത്തിന്റെ വക്കീലിനെ സന്നിധാനത്തേക്ക് എത്തിക്കുമെന്നാണ് അറിഞ്ഞിരുന്നത്. പക്ഷെങ്കിൽ എന്നാൽ തന്നെ അദ്ദേഹം അവിടെ നിന്നും വക്കീലിനെയാണ് ഈ സന്നിധാനത്തേക്ക് വിട്ടത്. കാത്തു, ശരി, ശബരിമലയിലെ സ്വർണ്ണമോഷണ കേസിലാണ് പരിശോധന വീണ്ടും തുടങ്ങിയിരിക്കുന്നത്. ജസ്റ്റിസ് കെ.ടി. ശങ്കറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. സ്മാർട്ട് ക്രിയേഷൻസിന്റെ പ്രതിനിധി അടക്കം സന്നിധാനത്തുണ്ട്. പ്രസാദ് എം.ജെയാണ് വിവരങ്ങൾ നൽകിയത്.